ആ, താൻ വന്നോ? ഇവിടേക്ക് വന്നിരിക്കുക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താണ് ഒരു ഗൗരവമൊക്കെ? കല്യാണത്തിന് തിരക്കായിരുന്നോണ്ട് എനിക്ക് നിന്നോടൊന്നും ശരിക്കും സംസാരിക്കാൻ കൂടിയുള്ള സമയമൊന്നും കിട്ടിയില്ല. അതിന്റെ പരിഭവമാണോ? ഇത്ര നേരം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നോട് അധികം നേരം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അത് പിന്നെ എന്താടോ? എനിക്ക് നിങ്ങളോടുള്ള കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിയാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്. എടോ, അത് പിന്നെ എല്ലാരും അങ്ങനെ ആയിരിക്കും. ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും, വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും. അതല്ല, എനിക്ക് നിങ്ങളൊരു ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല. അത് ഞാൻ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തില്ല. അത് വീട്ടിലറിഞ്ഞപ്പോഴേ വീട്ടുകാരുടെ കല്യാണം പെട്ടെന്ന് നടത്തിയത്. എനിക്ക് അയാളെ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല. അല്ല, അയാളുടെ കൂടെ അല്ലാതെ ഞാൻ മറ്റാരുടെയും കൂടെ ജീവിക്കില്ല. നിന്നെ പോലുള്ള സകല പെൺപിള്ളേരുടെയും ഞാൻ കാര്യം അയാളുടെ കൂടെ കല്യാണം കഴിയുന്നിടം വരെ വായിക്കാത്ത അമ്പഴങ്ങ പുഴുങ്ങിയ വരെ മിണ്ടായിരിക്കും. അല്ലെ, നിനക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോണോടി, അല്ലാതെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇപ്പൊ എനിക്ക് എന്തോരം കാശ് നഷ്ടം വന്നു, എന്തോരം ചെലവ് വന്നു. നിനക്ക് ഒരുത്തിന്റെ കൂടെ പോകണമെങ്കിൽ നീ പോണമായിരുന്നു. എന്തിന് എന്നെ കല്യാണം കഴിച്ചു? അതിനുള്ള മറുപടി നീ എനിക്ക് ഇപ്പൊ തരണം. എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ നീ? എനിക്ക് ഒരുത്തനെ സ്നേഹമായിരുന്നു, കല്യാണം കഴിച്ച് അവരുടെ കൂടെ പോകണമായിരുന്നു. നീ പോകണമായിരുന്നു. വാ തുറന്ന് വീട്ടുകാരോട് പറയണം. എന്തേ സ്നേഹിക്കാൻ പോയപ്പോ ആ സമയത്ത് ഇതിന്റെ വാ തുറന്നില്ലേ? എന്നിട്ട് എന്നെ കിട്ടി എന്റെ ജീവിതം കൂടെ കളഞ്ഞിട്ട് പറയാം അവൻ്റെ കൂടെ പോകണമെന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിന്റെ വീട്ടുകാരെ വിളിക്കുക, എല്ലാവരും വിളിച്ച് നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം.